പാലക്കാട് കൊല്ലങ്കോട് ബിവറേജ് ഔട്ട്ലെറ്റിൽ മോഷണം. തിരുവോണത്തലേന്നാവാം മോഷണം നടന്നത് എന്നാണ് പ്രാഥമിക വിവരം. 3 ചാക്കുകളിലായിട്ടാണ് മദ്യം കടത്തിയത്. വ്യത്യസ്ത ബ്രാൻഡുകളിലെ വിവിധ മദ്യങ്ങൾ കളവുപോയി. ഔട്ട്ലെറ്റിന്റെ ഒരു വശത്തെ ചുമർ പൊളിച്ചാണ് മോഷ്ടാക്കൾ അകത്ത് കയറിയത്. പ്രജിത്ത് കോങ്ങാട് ചേരുന്നു. പ്രജിത്ത്, ഈ മോഷ്ടാക്കളെ പറ്റി ധാരണയായോ? CCTV ഉണ്ടായിരുന്നില്ലേ അവിടെ? CCTV ഉണ്ടായിരുന്നു എൽദോ. CCTVയിൽ മോഷണം നടത്തിയ ആളുകളെ ഒരാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. മറ്റ് 2 പേരെയാണ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുക്കാനുള്ളത്. മോഷണം നടത്തിയ കൊല്ലങ്കോട് സ്വദേശി പയലേർമുക്ക് സ്വദേശി രവിയാണ് ഇപ്പോൾ കസ്റ്റഡിയിലുള്ളത്. ഒപ്പം സഹായത്തിനുണ്ടായിരുന്ന പല്ലസന സ്വദേശി മുരളീധരൻ എന്നാളും കൊല്ലം അവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. ഇന്നലെ അതായത് ഉത്രാടം ദിനം വൈകുന്നേരം ബിവറേജ് ഷോപ്പ് അടച്ചതിന് ശേഷം ഇന്നലെ തിരുവോണം നാളിൽ അവധിയായിരുന്നു. അതിനുശേഷം ഇന്ന് രാവിലെ തുറന്നപ്പോഴാണ് മോഷണം പോയ വിവരം ബിവറേജ് ജീവനക്കാർ അറിയുന്നത്. ചുമരിന്റെ ഒരു വശം തുറന്ന് കുറെ ബ്രാൻഡുകളായി പലതരം ബ്രാൻഡുകളായി 3 ചാക്കുകളിലായി പുറത്ത് കൊണ്ടുപോവുകയായിരുന്നു എന്നാണ് ഇപ്പോൾ പോലീസ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. എൽദോ, ഇവരാരൊക്കെയാണ് സംശയിക്കുന്ന പ്രതികൾ? സംശയിക്കുന്ന പ്രതികൾ പല്ലസന സ്വദേശി മുരളീധരൻ എന്ന ശിവദാസനും കൊല്ലങ്കോട് സ്വദേശിയായ രമേശ് എന്നിവരാണ് സംശയിക്കുന്നത്. കസ്റ്റഡിയിലുള്ളത് കൊല്ലങ്കോട് സ്വദേശി പലേർമുക്ക് രവിയാണ് ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. എൽദോ, റൈറ്റ്, 3 പേർ ചേർന്നാണ് മോഷണം നടത്തിയതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണെങ്കിലും ഏതാണ്ട് ചാക്കുകളിൽ കെട്ടി നിരവധി കുപ്പികളാണ് കടത്തിയത്. ഓണത്തലേന്നാണ് ഈ മോഷണം നടന്നതെന്ന് സംശയിക്കുന്നു. പ്രജിത്ത് കോങ്ങാടാണ് വിവരങ്ങൾ നൽകിയത്.